വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന വനമന്ത്രി എ കെ ശശീന്ദ്രൻ 24 പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രചാരണമാക്കരുത് ഈ സംഭവമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ ദീപക് ധർമ്മടത്തിനൊപ്പം തത്സമയം 24-ൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. മന്ത്രി എന്താണ് ഉറപ്പിച്ച് പറയുന്ന കാര്യം പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. വളരെ ദാരുണമായൊരു സംഭവം, കുട്ടികൾ പരിക്കേൽക്കുന്ന സംഭവം, അതും വനം വകുപ്പിൻ്റെ തലയിലാണ് ഇതിൻ്റെ ആരോപണം വന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ആദ്യമായി അദ്ദേഹം തത്സമയം 24-നൊപ്പം ചേരുകയാണ് മോർണിംഗ് ഷോയിൽ. എസ് കെ എൻ, മിനിസ്റ്റർ, അങ്ങയുടെ വകുപ്പിനെതിരെയാണ് ആരോപണം. പന്നികളെ പിടിക്കാൻ വേണ്ടി അവിടുത്തെ UDF സ്ഥാനാർത്ഥി വളരെ കൃത്യമായി പറയുന്നത് പന്നികളെ പിടിക്കാൻ വേണ്ടി വനം വകുപ്പ് കാണിച്ചതാണിത്. മാത്രമല്ല ഇതൊരു സർക്കാർ സ്പോൺസേഡ് ട്രാജഡിയാണെന്നാണ് പറയുന്നത്. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്നലെ വഴിക്കടവിൽ ഉണ്ടായത്. കുളിക്കാൻ പോയ 3 കുട്ടികളിൽ ഒരാൾ ഷോക്കേറ്റ് മരിച്ചു വന്നത് വേദനാജനകമായ ഒരു വാർത്തയാണ്. ഇത് കേട്ടയുടനെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തുള്ള UDFും BJPയും രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അരമണിക്കൂറിനകം ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്താൻ അവർക്ക് കഴിഞ്ഞു. ഇതിൻ്റെ കുറ്റം വനം വകുപ്പിൻ്റെ തലയിൽ ചാർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വനം വകുപ്പ് കേരളത്തിൽ ഒരിടത്തും വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിങ് സ്ഥാപിക്കുന്നില്ല. സോളാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിങ് മാത്രമേ സ്ഥാപിക്കുന്നുള്ളൂ. ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്വകാര്യ വ്യക്തി അറിയാതെയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്ന വിവരമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം ജനങ്ങളിലാകെ ഉയർന്നു വന്നിട്ടുണ്ട്. ആ സംശയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണം സമഗ്രവും വിശദവുമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ അങ്ങനെയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തുള്ള രാഷ്ട്രീയ ഗൂഢാലോചന, അതായത് UDF പറയുന്നത് ഇലക്ഷൻ സ്റ്റണ്ടാണ്, ഗവൺമെൻറ് സ്പോൺസേഡ് ഒരു ട്രാജഡിയാണെന്നുള്ളതാണ്. പക്ഷേ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണെന്നാണോ മിനിസ്റ്റർ സംശയിക്കുന്നത്? അത് നിസ്സംശയം പറയാൻ കഴിയും. എന്താണെന്ന് പറഞ്ഞാൽ വീണ് കിട്ടിയ ഒരു അവസരമായി ഉപയോഗിക്കുന്നത് ഒരു സാധാരണഗതിയിലല്ല വന്നത്. അറിഞ്ഞുകൊണ്ട് സംഭവിച്ചൊരു പ്രതിഷേധമായിട്ടാണ് ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സർക്കാർ സ്പോൺസേഡ് ട്രാജഡി എന്ന് വിശേഷിപ്പിക്കാനിടയായത്. ഈ കാര്യത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡോ വനം വകുപ്പോ ഒരു തെറ്റും ചെയ്തതായി ഈ സമയം വരെയുള്ള പരിശോധനയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അനധികൃതമായാണ് വൈദ്യുതി പോസ്റ്റിൽ നിന്നും കമ്പി വലിച്ച് ഫെൻസിങ്ങിലേക്ക് വൈദ്യുതി പ്രവഹിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അത് തന്നെ കുറ്റമാണ്. വൈദ്യുതി മോഷണം എന്ന് പറയുക, അത് മരണകാരണത്തിന് വരെ ഇടയാക്കാവുന്ന വിധത്തിലുള്ള ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുകൊണ്ട് തന്നെ മനഃപൂർവ്വമായ അതാണോ മനഃപൂർവ്വമല്ലാത്തയാണോ നരഹത്യ എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ള പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ആരാണ് ഇത് ചെയ്തതെന്ന് കണ്ടുപിടിച്ച് ബഹുജനങ്ങളുടെ മുമ്പിൽ അതിൻ്റെ തനിനിറം വ്യക്തമാക്കാൻ കഴിയാൻ പര്യാപ്തമായ ഒരു അന്വേഷണമായിരിക്കും. ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇതിലൊരു ഗൂഢാലോചനയാണ് മിനിസ്റ്റർ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും പോലീസ് ഗൂഢാലോചന അന്വേഷിക്കണം. ഇതിൻ്റെ കോൺസ്പിറസി ആംഗിളിലേക്ക് അന്വേഷണം പോകണം. അതായത് ഇലക്ഷനിൽ ഒരു അജണ്ട കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയാണോ ഇത്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിഷയദാരിദ്ര്യം അനുഭവപ്പെട്ട പ്രതിപക്ഷം ഗവൺമെൻറ്റിന് എതിരെ ജനങ്ങളെ ഇളക്കിവിടാൻ പറ്റുന്ന ഒരവസരമായി ഇതിനെ ദുരുപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചത്. അത് ഒരു രാഷ്ട്രീയ ലാഭത്തിന് കൊയ്യുന്നതിന് വേണ്ടി നടത്തിയ ഒരു ഗൂഢ ആലോചനയാണെന്ന് സംശയിക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സംശയമാണ്. കാരണം അവരുടെ പ്രവൃത്തിയും പ്രസ്താവനകളും അവരുടെ പ്രസൻസും അവരുടെ വാക്കുകളും എല്ലാം തെളിയിക്കുന്നത് ഇത് വീണ് കിട്ടിയ ഒരു അവസരമായിട്ടല്ല, മനഃപൂർവ്വം ഉണ്ടാക്കി കിട്ടിയ ഒരു അവസരമായിട്ട് തന്നെയാണ് അവരതിനെ പ്രയോഗിക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത്? സർക്കാർ ഈ വിഷയത്തിൽ, കാരണം വനംവകുപ്പിനെതിരെ ആരോപണങ്ങൾ നിരവധിയാണ് ഈ കാര്യത്തിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ, സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്ല, സർക്കാർ ഈ പോലീസ് കേസ് എടുത്തിട്ടില്ല. ആ കേസുമായി മുന്നോട്ട് പോകും, സമഗ്രമായ അന്വേഷണം നടക്കും. അതാണ് സർക്കാർ ചെയ്യാൻ പോകുന്നത്. അതേസമയത്ത് തന്നെ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അവിടെ വ്യാപകമായ തോതിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. 50-ലധികം ഫോറസ്റ്റ് ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള പരിശോധനാ സംഘം അവിടെ നടത്തുകയാണ്.
42-ലധികം വരുന്ന പന്നികളെ ഈ ഒരാഴ്ച കൊണ്ട് അവിടെ വെടിവെച്ച് കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ പല പഞ്ചായത്തുകളും സഹകരിക്കുന്നില്ല. പഞ്ചായത്തുകൾക്ക് എന്നാൽ UDF പഞ്ചായത്താണ്. അല്ല, പഞ്ചായത്തുകൾക്ക് ഇതിന് അധികാരം കൊടുക്കുകയും ഈ വെടിവെക്കുന്നതിനും സംസ്കരിക്കുന്നതിനുള്ള പണത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്തതിന് ശേഷവും പ്രത്യേക രാഷ്ട്രീയ ചായവുള്ള ചില പഞ്ചായത്തുകളാണ് ആ കാര്യത്തിൽ മനഃപൂർവ്വമായ ഉദാസീനത കാണിക്കുന്നത് എന്നാണ് തോന്നിയിട്ടുള്ളത്. താങ്ക് യു മിനിസ്റ്റർ. വളരെ കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. മിനിസ്റ്റർ തിരക്കിലാണ്.